സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അംഗൻവാടിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് നോക്കാവേ. ആദ്യം കാർഡ്ബോർഡ് റൗണ്ടിൽ കട്ടാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഇൻറ്റു മാർക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കട്ടാക്കി എടുക്കണം. അപ്പം കട്ടാക്കി എടുത്തിട്ട് ഇതിങ്ങനെ കിട്ടുവേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടൊന്ന് സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അവിടുത്തെ ടീച്ചർ പറഞ്ഞേക്കുന്ന അവർക്കൊരു വാൾ ഡെക്കർ വേണം വിത്ത് കുറേ സ്മോൾ ഫിഷസ്. പക്ഷേ ഞാനോർത്ത് വെറുതെ എന്തെങ്കിലും ഫിഷസ് വെച്ചിട്ട് കാര്യമില്ലല്ലോ, പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്നത് ആണെങ്കിൽ നല്ലതാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് വേറെ അക്വാട്ടിക് ആനിമൽസിൻ്റെ എന്തൊക്കെയുള്ളത് അതൊക്കെ ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ടേപ്പ് ഒന്ന് മൊത്തത്തിൽ റൗണ്ടിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻറ് അടിച്ചു കൊടുക്കാം. വൈറ്റ് പെയിൻറ്റ് ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നത്. ഇന്ത്യയുടെ നാഷണൽ അക്വാട്ടിക് ആനിമൽ എന്നതാണെന്നുള്ളത് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അത് പെയിൻറ്റ് ഉണങ്ങാനും ഇരിക്കട്ടെ. അത് കഴിയുന്നേരത്തേക്ക് നമുക്ക് ഇത് അക്വാട്ടിക് ആനിമൽസിൻ്റെ കുറച്ച് വരച്ചെടുത്തിട്ടുണ്ട് കളർ പേപ്പറിൽ. അതൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കാം നമുക്ക്. ഞാനിതിൽ ഓരോന്ന് കട്ടാക്കി എടുക്കുന്നത് സ്റ്റാർ ഫിഷ്, ഡോൾഫിൻ, ഷാർക്ക്, ബ്ലൂ വെയിൽ, സീ ഹോർസ്, ക്രാബ്, ഒക്ടോപ്പസ്, ടെർട്ടിൽ, ജെല്ലി ഫിഷ്, പിന്നെ ഒരു ചെറിയ മീനും കൂടി, അതിൻ്റെ പേരറിയത്തില്ല കേട്ടോ. അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ വരച്ചെടുത്തു. കട്ടാക്കിയതിന് ശേഷം നമുക്ക് ഓരോ പിക്ചറും എടുത്തിട്ട് നമുക്കത് ബോർഡർ ഒന്ന് ഇട്ട് കൊടുക്കാം. ടെർട്ടിലും ടോർട്ടസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാവോ? ടെർട്ടിൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ജീവിക്കുന്നതാണ്, കൂടുതലും വെള്ളത്തിലായിരിക്കും ഈ ടെർട്ടിൽ. ടോർട്ടസ് എന്ന് പറഞ്ഞാൽ കൂടുതലും കരയിലാണ് ജീവിക്കുന്നത്. ഈ ടെർട്ടിലിൻ്റെയും ടോർട്ടസിൻ്റെയും വ്യത്യാസം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാലിന് വ്യത്യാസം വരും. ടെർട്ടിലിന് കാലിൻ്റെ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് നീന്താനുള്ള ആ ഒരു രീതിയിലാണ് അവരുടെ കാലിരിക്കുന്നത്. നമ്മുടെ അക്വാട്ടിക് ആനിമൽസ് റെഡിയായി. സ്റ്റാർ ഫിഷ്, ടെർട്ടിൽ, കുഞ്ഞമ്മീൻ, ക്രാബ്, തിമിംഗലം, ബ്ലൂ വെയിൽ, ഇത് ജെല്ലി ഫിഷാണ്, ആ പിങ്ക് കളർ വാല്. ഇത് ഒക്ടോപ്പസ്, നീരാളി, പിന്നെ സീ ഹോർസ്, കടൽ കുതിര അല്ലേ, അതെ, പിന്നെ ഷാർക്ക്, പിന്നെ ഡോൾഫിന്. ഇതിപ്പോൾ അത് വെച്ച് നോക്കിയപ്പോൾ 3 എക്സ്ട്രാ വന്ന് അതിൽ വെക്കാൻ സ്ഥലമില്ല. അപ്പം ഞാൻ എന്താക്കി 3 കാർഡ്ബോർഡിൻ്റെ നീളത്തിൽ പീസ് കട്ടാക്കി എടുത്തിട്ട് അതിൻ്റെ കനം കുറച്ച് പൊളിച്ച് കളഞ്ഞിട്ട് കനം കുറച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് 3 എന്നിട്ട് അതിൽ ബാക്കിയുള്ള 3 വന്നേക്കുന്നത് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ആ ഒട്ടിച്ചത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനും ഞാൻ മാസ്കിംഗ് ടേപ്പും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
എന്താ നമ്മുടെ എല്ലാ പിക്ചേഴ്സും ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞു. ബാക്കി 3 ഉണ്ടായിരുന്നതും കൂടി അതിലേക്ക് ഓരോ 3 കാർഡ്ബോർഡ് പീസിലേക്കും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വർക്ക് കഴിഞ്ഞു, റെഡിയായി. ഒന്ന് കണ്ടിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം കമൻറ്റിൽ പറയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.